വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോഴും പറഞ്ഞ സെയിം കാര്യം തന്നെ വീണ്ടും പറയുകയാണ്. പ്ലീസ് ഡു മസ്റ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം നമുക്ക് സമയം കളയേണ്ട, ഇന്നത്തെ വീഡിയോയിലേക്ക് Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് തമ്പനയിലിൽ തന്നെ മനസ്സിലായി കാണുമായിരിക്കും. പീരിയഡ്സിനെ കുറിച്ചുള്ള കുറച്ച് മിത്തും അതിനായിട്ടുള്ള ഫാക്ട്സുമാണ് നമ്മളിന്ന് പറയുന്നത്. നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ പണ്ടത്തെക്കാളിലൊക്കെ ഒരുപാട് ഇപ്പോൾ കാര്യങ്ങൾ മാറി, ആൾക്കാരുടെ ചിന്താഗതി മാറി, ആളുടെ ആ ഒരു അക്സെപ്റ്റൻസും കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആവാമെന്ന്. അതായത് നമുക്കറിയാം, പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും നമ്മുടെ പേരൻസ് അല്ല, ലൈക്ക് നമ്മുടെ പപ്പ അല്ലെങ്കിൽ ഫാദറിൻ്റെ മുമ്പ് വെച്ച് നമ്മൾ പീരീഡ്സ് ആണ് അതുകൊണ്ട് നമ്മൾ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബ്രദേഴ്സിൻ്റെ അടുത്താണെങ്കിൽ, കസിൻസിൻ്റെ അടുത്താണെങ്കിൽ, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും ആൺകുട്ടികൾ അറിയാം നമ്മുടെ പീരീഡ്സ് ആണെന്ന് അറിയുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ചമ്മലാണോ? കാരണം നമ്മൾ കേട്ട് വളർന്നിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് പീരീഡ്സ് ആണെങ്കിൽ ആരോടും പറയാൻ പാടില്ല, എന്തോ പറ്റില്ലാത്തൊരു കാര്യം. അപ്പം അത് മറ്റുള്ളവർ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കൊള്ളില്ലാത്ത എന്തോ സംഭവമാണ് എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മുടെ കാലം ഇപ്പോൾ നമ്മുടെ ന്യൂജൻ എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡായി, അവരുടെ ചിന്താഗതികൾ ഒത്തിരി വികസിച്ചു. ലൈക്ക് ഇപ്പം ആൺകുട്ടികൾക്കാണെങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. അതുപോലെ ഒരു പീരിയഡ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് എത്ര എന്ന് വെക്കേണ്ട ഒരു കാര്യമൊന്നും അല്ല ഈ സംഭവം. കാരണം ഒരു പെൺകുട്ടിക്ക് അവളൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു അമ്മയാകാൻ കിട്ടുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ഫാക്ടർ മാത്രമാണ് ഈ പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ അറപ്പോടും വെറുപ്പോടും കൂടി കാണേണ്ട ഒരു സംഭവം അല്ല എന്നുള്ളത് ഇന്നത്തെ ആൺകുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ അപ്പന്മാരും നമ്മുടെ സഹോദരങ്ങളൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇന്നത്തെ ഒരു കാലത്ത്. അപ്പോൾ നമുക്ക് ഇന്ന് പണ്ട് കാലത്തല്ല, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇപ്പോഴും കുറച്ച് മിത്തൊക്കെ ഇപ്പോഴും നമ്മുടെ പ്രാബല്യത്തിലുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നും അതിനകത്ത് വല്ല കാര്യമുണ്ടോ, കാര്യം കഴിയുമ്പോഴൊക്കെ ഉള്ള കാര്യമാണോ എന്ന് നമുക്കിന്ന് നോക്കാം. അപ്പം ഞാൻ കുറച്ച് സെർച്ച് ചെയ്തെടുത്തതും കുറച്ച് നമ്മൾ അറിയാവുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ പുതിയതായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കും അങ്ങനെയാണോ, അതോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നോ, അതോ സ്റ്റിൽ നിങ്ങൾ ഇപ്പോഴും ആ കാര്യത്തിൽ ബിലീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, അതോ ഞാൻ പറഞ്ഞ കാര്യത്തിനോടൊന്നും നിങ്ങൾ യോജിക്കുന്നില്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉള്ള ഒരു കാര്യമാണ്. ലൈക്ക് ഒരു പെൺകുട്ടിക്ക് 14 വയസ്സ് ഒക്കെ ആകുമ്പോഴേ പീരിയഡ്സ് ആവാൻ പാടുള്ളൂ എന്നൊരു പറച്ചിൽ. അതായത് നേരത്തെ ആയോ, അതൊന്നും അങ്ങനെ ആയിക്കുന്നേ, അത് 14 കഴിഞ്ഞിട്ട് ആയില്ലേ, അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സംഭവം. അപ്പം ശരിക്കും അങ്ങനെയാണോ? 14ാമത്തെ വയസ്സിൽ തന്നെ കുട്ടിക്ക് പീരിയഡ്സ് ആവണം എന്നുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിയാം. ലൈക്ക് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ തന്നെ നമുക്കറിയാം, ഒരു 8, 9 ക്ലാസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ നോർമലി ഒരു പീരിയഡ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന അമ്മമാരൊക്കെ ആണെങ്കിലും, പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ മേ ബി ആ ഒരു ലൈഫ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ മാറിയത് കൊണ്ടാവാം കുട്ടികൾക്ക് 8, 9, 10 വയസ്സിൽ വരെ ആകുന്ന കുട്ടികളുണ്ട്. പിന്നെ അപ്പം നമുക്കൊരു 8 വയസ്സിനൊക്കെ മുമ്പേ ആകുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഡോക്ടറിനെ കാണാം. എന്നിട്ട് 14 വയസ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞിട്ടും ആവുന്നില്ല എന്നുണ്ടെങ്കിലും ഓഫ് കോഴ്സ് ഒരു ഗൈനക്കോളജി സപ്പോർട്ട് നല്ലതാണ്. പക്ഷേ ആ 14ാമത്തെ വയസ്സിൽ തന്നെ ആവണം എന്നുള്ള ഒരു സംഭവം, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോൾ പറയാം പല കാര്യങ്ങളും ഇപ്പം മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ നമുക്ക് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പീരിയഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മിത്തുകളും അതിൻ്റെ യഥാർത്ഥ ഫാക്ട്സും എന്താണെന്നാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ കാണുന്നവർക്ക് ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുന്നവരോടാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഒരു മിത്ത് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേട്ടിട്ടുണ്ട് പീരിയഡ്സിൻ്റെ സമയത്ത് നന്നായിട്ട് ഷുഗർ കഴിക്കണം, പിന്നെ നല്ല ഷുഗർ കഴിച്ചാൽ പീരിയഡ്സ് നല്ല ഇതായിരിക്കും, അതായത് കുട്ടിക്ക് നല്ല എന്താ പറയുക, അവരുടെ ബോഡി നല്ല ഇതാവും, അല്ലെങ്കിൽ പെയിൻ കുറയും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അത് ഒരു പരിധി വരെ ശരിയാണ്. അതായത് നമുക്ക് ചുമ്മാ ഇനിയുള്ള ജിലേബി ലഡു എല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ആകുന്നല്ല. അങ്ങനെ കഴിച്ച് നമുക്ക് നല്ല ഓവർ ഫാറ്റ് ആവാനുള്ള സഹായിക്കും. പക്ഷേ യൂഷ്വലി നമ്മൾ പറയുന്നത് പെയിനൊക്കെ റിലീവ്
റിലീവ് ചെയ്യാൻ വേണ്ടി ചോക്ലേറ്റ്സ് നല്ലതാണ്. പക്ഷെ അത് നമ്മൾ നോർമലി കഴിക്കുന്ന ചോക്ലേറ്റ്സ് അല്ല, ഡാർക്ക് ചോക്ലേറ്റ്സ് നമ്മുടെ പെയിൻ ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് പീരിയഡ്സ് ടൈമിൽ നമ്മൾ അനങ്ങാനേ പാടില്ല. അതായത് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ വർക്കൗട്ടിനൊന്നും പോകാൻ പാടില്ല, അങ്ങനെ ഒരു ഹെവി ആയിട്ടുള്ള വർക്കൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊരു തെറ്റായ മിത്താണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഒത്തിരി അങ്ങനെ റെസ്റ്റ് കൊടുത്ത് ഒരു ഡിസീസ് കണ്ടീഷനായിട്ട് എടുത്ത് വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പം ചിലർക്ക് ഭയങ്കര, എൻ്റെയൊക്കെ കേസിലാണെങ്കിൽ ഞാനൊക്കെ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത ആ സമയം തൊട്ട് ഹൊറിബിൾ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ആ പെയിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം മാക്സിമം ആണോ അത്രത്തോളം മാക്സിമം അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഓർത്തിട്ടുണ്ട്. എൻ്റെ മമ്മിക്കാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഇതെന്താ നിങ്ങൾക്ക് മാത്രമേ പീരിയഡ്സ് ഉള്ളൂ, എല്ലാവർക്കും ഇതൊക്കെ ഉള്ളതല്ലേ. കാരണം അവരെയും കുറ്റമായിട്ട് കാര്യമില്ല, അവർ നോക്കുമ്പോൾ എല്ലാവർക്കും പീരിയഡ്സ് ഉണ്ട്, കൂടുതലുള്ള ആർക്കും ഇത്രയും പ്രശ്നമില്ല. എനിക്കൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പീരിയഡ്സ് ആണെങ്കിൽ അവിടെ തലകറങ്ങി കൊണ്ടുപോകുന്നു, പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പീരിയഡ്സ് ആയിട്ട് തലകറങ്ങി നമ്മൾ ഓട്ടോയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു. എനിക്ക് പീരിയഡ്സ് ആയ ആ നാട്ടിലുള്ള എല്ലാവരും അറിയുന്നുള്ള രീതിയിലായിരുന്നു, കാരണം അത്രയ്ക്ക് പെയിൻ ആയിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ വർക്കൗട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നോർമലി സയൻറ്റിഫിക്കായിട്ട് പറയുന്നത് ആ സമയത്തും നമുക്ക് വർക്കൗട്ടോ ഡാൻസിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ മസിലൊന്ന് റിലാക്സ് ചെയ്യാനായിട്ടും അതുവഴി പെൺകുട്ടികൾക്ക് പെയിൻ ഉള്ളവർക്ക് ആ പെയിനൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാനും ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വർക്കൗട്ടെല്ലാം മാറ്റി നിർത്തി നമ്മൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലി വർക്കൗട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പിന്നെ ഉള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് കേട്ടോ, നമ്മൾ വിചാരിക്കും പീരിയഡ്സ് ആകുമ്പം സെക്ഷുവൽ ഇൻ്റർകോഴ്സിൽ നമ്മൾ ലൈക്ക് ആ ഒരു സെക്സ് നടന്നു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവില്ല എന്ന്, അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പലരും വിചാരിച്ചിരുന്നത്? ഞാനും ഒരു പരിധിവരെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് തെറ്റായ ഒരു മിത്താണ് കേട്ടോ. അതായത് പീരിയഡ്സ് ടൈമിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷേ അവിടെ പ്രഗ്നൻ്റ് ആവില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ലൈക്ക് പ്രഗ്നൻ്റ് ആവാനും ചാൻസ് ഉണ്ട്, സോ ബി കെയർഫുൾ. അപ്പോൾ അങ്ങനെ പീരിയഡ്സ് ടൈമിലാണെങ്കിലും, അതായത് പറയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പീരിയഡ്സ് ടൈമിൽ സ്പേം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സ്പേമിന് ഓൾമോസ്റ്റ് 5 to 6 days വരെ അവിടെ ഒരു ലൈഫ് സ്പാൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പീരിയഡ്സ് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് ഡേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 to 6 days ഒക്കെ നമ്മുടെ ഓവറിൽ ഇരിക്കാനായിട്ടും ഒക്കെയുള്ള ഒരു ലൈഫ് സ്പാൻ നമ്മുടെ സ്പേമിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പീരിയഡ്സിൻ്റെ ടൈമിലും നമുക്ക് പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട്. അതായത് പ്രഗ്നൻസി ഉണ്ടാവില്ല എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. അതാണ് മറ്റൊരു കാര്യം. പിന്നെ എല്ലാവരും പറയുന്നതാണ്, അയ്യോ പീരിയഡ് മിസ്സാവാൻ പാടില്ല, പീരിയഡ് മിസ്സായോ അപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതും ഈ പറഞ്ഞതുപോലെ തന്നെ പണ്ടത്തെ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറി നമ്മുടെ കാര്യങ്ങളൊക്കെ. അതായത് നമുക്കിപ്പോൾ അറിയാം ഓട്ടോമാറ്റിക്കലി പീരിയഡ് മിസ്സായോ. അതായത് ഇപ്പം കല്യാണം കഴിഞ്ഞവർക്ക് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്ന് ഡൗട്ട് അടിക്കും, പീരിയഡ് മിസ്സായോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതായത് പ്രഗ്നൻ്റ് ആയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കും, ഇനി വല്ല PCODയുടെ പ്രോബ്ലം ആണോ, ഹോർമോണൽ ചേഞ്ച് ആണോ. യെസ്, അത് തന്നെയാണ് കാര്യം. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറയായിരുന്നു പീരിയഡ് മിസ്സാവാൻ പാടില്ല, അല്ലെങ്കിൽ പീരിയഡ് കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷെ പറയുന്നത് പോലെ തന്നെ പീരിയഡ് മിസ്സാവുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രഗ്നൻ്റ് ആണ് എന്ന് മാത്രം അർത്ഥമില്ല. അതായത് ഓഫ് കോഴ്സ് നമ്മുടെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവല്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹോർമോണൽ ചേഞ്ച്, നമുക്ക് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കാരണം കൊണ്ട് നമുക്ക് ആ പീരിയഡ്സ് മിസ്സാവാനായിട്ട് അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ ടൈം ചേഞ്ച് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പിന്നെ എല്ലാം കൂടി അങ്ങ് പറയുന്നേ ഉള്ളൂ കേട്ടോ. മറ്റൊരു കാര്യം, പീരിയഡ്സിന് എത്രയാ ബ്ലഡ് പോകുന്നത്. ഈ ബ്ലഡ് എല്ലാം എൻ്റെ ശരീരത്തിൽ ഇത് എവിടെ ആയിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എനിക്ക് പീരിയഡ്സ് ടൈമിൽ ഭയങ്കര പെയിൻ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ.
അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ആ പീരിയഡ്സിൻ്റെ പെയിൻ കൂടുന്നതനുസരിച്ച് എനിക്ക് ബ്ലീഡിങ്ങും എനിക്ക് ഫീൽ ആവാറുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, ദൈവമേ എനിക്ക് 3 to 5 days ഒക്കെ ഇത്രയും ബ്ലഡ് പോയി കഴിഞ്ഞാൽ, ഇത്രയും ബ്ലഡ് പോയി നമ്മൾ എങ്ങനെ ജീവിക്കും, ഇത്രയും ബ്ലഡൊക്കെ പോയതായിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ബ്ലഡ് പോവുകയാണ്, അപ്പോൾ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം, നമുക്ക് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് തളർച്ചയാകുമെന്നൊക്കെ ഉള്ളത്. അതൊക്കെ സത്യം തന്നെയാണ്. അതായത് ഒരു തുള്ളിയെങ്കിൽ ഒരു തുള്ളി നമ്മുടെ ദേഹത്തുനിന്ന് ബ്ലഡ് പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകും. സോ നമ്മൾ എന്താ പറയുക, ആ ഒരു ഹൈഡ്രേഷൻ അത് നമ്മൾ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് ഹൈഡ്രേഷൻ എന്തായാലും കൊടുക്കണം. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ ലിറ്റർ കണക്കിന് വെള്ളം അല്ലെങ്കിൽ ആ ലിറ്റർ കണക്കിന് ബ്ലഡ് ഒന്നും നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നില്ല. ലൈക്ക് ഒരു 5 to 6 tablespoon, അതായത് ഒരു 60 ml എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ചായ ഗ്ലാസ് ഒക്കെ ഇല്ലേ, ചായ ഗ്ലാസ് മീൻസ് നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പേപ്പർ ഗ്ലാസ് ചെറുത്, അത്രയൊക്കെ ഉള്ളൂ ഒരു 60 ml എന്നാണ്. അപ്പോൾ ആ അത്രയും ml നമുക്ക് ഒരു 5 days അല്ലെങ്കിൽ 7 days എത്രയാണോ അത്രയും ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ബ്ലഡിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അതായത് പാടൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം, പാട് നിറഞ്ഞു കഴിയുമ്പോൾ പാട് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് തന്നെ അറിയാം ഭയങ്കര ഹെവി ആയിരിക്കും. എത്ര ബ്ലഡ് പോയിട്ടായിരിക്കും ഇത്രയും ഹെവി ആവുന്നത് നമ്മൾ ചിന്തിക്കും. അതല്ലെന്നുണ്ടെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു മെൻസ്ട്രൽ കപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നമുക്കിപ്പോൾ മനസ്സിലാകും, ഇത്രയും ബ്ലഡ് പോയിട്ടുള്ളോ അല്ലെങ്കിൽ ഇത്രയും ഉള്ളോ എന്നുള്ളത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ബ്ലഡ് പോകുന്ന ശരീരത്തിൽ നിന്ന് ഓരോ മാസം ഇത്രയും ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, അപ്പോൾ അത് ഭയങ്കര ഇതാണല്ലോ എന്ന് വിചാരിക്കുമ്പം അങ്ങനെയുള്ളവരാണ് ആകെപ്പാടെ ഒരു 60 ml ബ്ലഡൊക്കെ പോകുന്നുള്ളൂ. അതൊരു എന്നെ സംബന്ധിച്ചുള്ള ഒരു പുതിയ അറിവായിരുന്നു കേട്ടോ, എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾക്കറിയാമായിരുന്നോ? കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ മറ്റൊരു സംഭവമാണ്, അതിന്നും പ്രാബല്യത്തിലുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് പീരിയഡ്സ് ആയിട്ടുള്ളവർ എന്താ പറയുക, അച്ചാർ എടുക്കരുത്, അല്ലെങ്കിൽ ചെടികളൊന്നും, അല്ലെങ്കിൽ നമ്മൾ കറിവേപ്പിലൊന്നും പറിക്കരുത്, ചെടിയിലൊന്നും പോയി തൊടരുത്, അങ്ങനെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ അത് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ അച്ചാറൊക്കെ ആണെങ്കിൽ പൂത്തു പോകും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല. അതായത് നമ്മൾ പീരിയഡ്സ് ആണെന്ന് നമ്മൾ ചെടിയോട് പോയി പറയുന്നുണ്ടാവും. അതൊക്കെ പണ്ടത്തെ ആൾക്കാരുടെ ഒരു വിശ്വാസം. അതായത് പണ്ടത്തെ ഒരു ആൾക്കാർ നമുക്കറിയാം ഭയങ്കര ഒരു എന്താ പറയുക വേർതിരിവായിരുന്നു അല്ലേ? ലൈക്ക് പീരിയഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എന്തോ കൊള്ളത്തില്ലാത്ത എന്തോ ഒരു സംഭവം, അത് പുറത്ത് ആരും അറിയാൻ പാടില്ല, അല്ലെങ്കിൽ വീട്ടിലുള്ള ആണുങ്ങൾ അറിയാൻ പാടില്ല, ആരെയും ടച്ച് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്ന കാലത്ത് അവരായിട്ട് മെനഞ്ഞെടുത്ത കുറച്ച് മിത്തുകൾ മാത്രമാണ് അതൊക്കെ. അതായത് ചെടിക്ക് നമ്മൾ നല്ല രീതിയിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ, നല്ലൊരു അറ്റ്മോസ്ഫിയർ നിൽക്കുകയാണെങ്കിൽ ഏത് ചെടിയാണെങ്കിലും വളരും. അല്ലാതെ നമ്മൾ പീരിയഡ്സ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് പോയി നമ്മൾ പറിച്ചത് കൊണ്ട് നാളെ ആ ചെടി കഴിഞ്ഞു പോകുന്നില്ല. നമ്മൾ നോക്കിയില്ലെങ്കിൽ, എന്നാ ഇതായിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ നോക്കിയില്ല, നമ്മൾ വെള്ളം കൊടുത്തില്ല, ചെടി കഴിഞ്ഞു പോകും. അല്ലാതെ അച്ചാർ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും പോയി നനഞ്ഞ് സ്പൂണിട്ട് നമ്മുടെ അച്ചാർ എടുത്തു കഴിഞ്ഞാലും അത് പൂത്തു പോകും. അതുപോലെ നല്ല രീതിയിൽ ക്ലോസ് ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് പൂത്തു പോകും. അല്ലാതെ നമ്മൾ പീരിയഡ് ആയ ആള് പോയി അത് എടുത്തത് കൊണ്ടാണ് അത് പൂത്തു പോകുന്നത് എന്ന് പറയുന്നത് ചുമ്മാതാണ്. അപ്പം അത് വെറും മിത്ത് മാത്രമാണ്, അതുകൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ ഉള്ളൊരു കാര്യമാണ് കേട്ടോ, അതായത് പീരിയഡ്സ് ടൈമിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 1 or 2 year മുമ്പ് മാത്രമാണ് ഞാൻ ഈ സംഭവം കേട്ടിരിക്കുന്നത്. അതായത് പീരിയഡ്സ് ടൈമിൽ ഫസ്റ്റ് 2 days തല കഴുകരുതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ അന്ന് ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തല കഴുകി കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസ് നമ്മുടെ തലയിലേക്ക് വെള്ളം വീഴുമ്പോൾ യൂട്രസ് താഴത്തേക്ക് പോകുമത്രേ. അതായത് താഴ്ന്നു പോകുന്നു, നേരത്തെ ഇരിക്കുന്ന ആ പൊസിഷനിലേക്കാട്ടിലും. അതായത് ആ സമയത്ത് കുറച്ച് എന്താ പറയുക, വളരെ മൃദുലമായതുകൊണ്ട് നമ്മൾ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ യൂട്രസിന് ഒരു പൊസിഷൻ ചേഞ്ച് ഉണ്ടാവും, അത് താഴത്തേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് 2 to 3 days നമ്മൾ തല കഴുകരുതെന്ന് പറയും. പക്ഷേ അത് വെറും പൊട്ടത്തരം മാത്രമാണ്. ഞാനത് ഫോളോ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ അത് വെറും ഇതാണ്. അതായത് നമ്മൾ ഈ പീരിയഡ്സ് ടൈമിൽ മാക്സിമം ഹൈജീനിക് ആയിരിക്കാനേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ തലയിൽ വെള്ളം ഒഴിച്ചത് കൊണ്ട് നമ്മുടെ യൂട്രസ് താഴ്ന്നു പോവോ, യൂട്രസ് പൊങ്ങിപ്പോവോ, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ പീരിയഡ്സ് ടൈമിൽ മാക്സിമം ഹൈജീനിക് ആയിട്ടിരിക്കുക. അതിന് തല കുളിച്ചിട്ടാണെങ്കിലും, ബോഡി കഴുകിയിട്ടാണെങ്കിലും, പ്രൈവറ്റ് ഏരിയ ക്ലീൻ ആക്കി വെച്ചിട്ടാണെങ്കിലും, ഏത് രീതിയിലാണെങ്കിലും മാക്സിമം ഹൈജീനിക് ആയിരിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് അതിന് പ്രത്യേകിച്ചൊരു മിത്തും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല.
പ്രീമെൻസ്ട്രൽ സിൻഡ്രം, അതായത് നമുക്ക് പീരിയഡ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം പിന്നെ പീരിയഡ്സിന് മുമ്പായിട്ടും അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ ആ ടൈമിലുമൊക്കെ ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളിലും അങ്ങനെ ആണെന്നല്ല, പക്ഷെ എന്നാൽ പോലും ഒരു 98-99% ലേഡീസിനും അവരുടേതായ ഒരു മൂഡ് ചേഞ്ച് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഒന്നിനൊരു ഉന്മേഷക്കുറവുണ്ടായിരിക്കാം, ദേഷ്യക്കൂടുതലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സങ്കടം കൂടുതൽ വരുമായിരിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും, ഓ ഇതൊക്കെ ചുമ്മാ ഓവറാ, അങ്ങനെ സംഭവമൊന്നും ഉണ്ടാകത്തില്ല, പിന്നെ ഒന്ന് പീരിയഡ്സ് ആയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം, അല്ലെങ്കിൽ പ്രീമെൻസ്ട്രൽ സിൻഡ്രം അല്ലെങ്കിൽ മെൻസ്ട്രൽ സിൻഡ്രം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതൊരു കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് നമുക്കറിയാം ഈ പീരിയഡ്സ് ടൈമിൽ നമ്മുടെ ഹോർമോൺസൊക്കെ ഒത്തിരി വേരിയേഷൻ സംഭവിക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ദേഷ്യം വരാനും അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരാനും അങ്ങനെയുള്ള കുറച്ച് ഇമോഷണൽ ഇംബാലൻസ് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വീട്ടിലുള്ള ഇപ്പോൾ ഇത് ആരെങ്കിലും കാണുന്ന ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയുടെ അടുത്തോ നിങ്ങളുടെ വൈഫിൻ്റെ അടുത്തോ നിങ്ങളുടെ അമ്മയുടെ അടുത്തോ ആരുടെ അടുത്തൊക്കെ ആണെങ്കിലും അവർ ആ പീരിയഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൂളാവുക, അവർ ഇത്തിരി ഒന്ന് നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും ജസ്റ്റ് ഒരു സപ്പോർട്ടീവായിട്ട്, അതായത് അവരുടെ ആ ഒരു സമയത്തിൻ്റെ ആ ഒരു ഹോർമോണൽ ചേഞ്ചിൻ്റെ ആണെന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. പിന്നുള്ളൊരു കാര്യം, അത് ഇപ്പോൾ ഒന്നും എങ്ങും ഫോളോ ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ ആ ആൾ സെപ്പറേറ്റ് ഒരു റൂമിലായിരിക്കണം, അവർ മറ്റുള്ളവരുമായിട്ടൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടത്തിൽ കിടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം. അത് പറഞ്ഞ പോലെ തന്നെ ഇപ്പം അതൊന്നും ആരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വെറും വിത്ത് മാത്രം. അതായത് അതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് നമുക്ക് കണ്ടീജിയസ് ആയിട്ട്, അതായത് നമുക്ക് എന്താ പറയുക, പകർച്ചവ്യാധിയൊന്നുമല്ല അല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രത്യേകിച്ച് പകരുന്ന ഒരു സംഭവമൊന്നും അല്ല അല്ലേ. ഒരു പീരിയഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേഡിക്ക് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം. അത് ഇപ്പോൾ ഒരു ശുചിത്വം ഇല്ലായ്മ ആവുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാണിൻ്റെ അടുത്ത് ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു എന്താ പറയുക ഒരു ശുചിത്വം ഇല്ല എന്നുള്ളൊരു അങ്ങനെ ഒരു കൺസെപ്റ്റിൻ്റെ ആവശ്യമില്ല അവിടെ. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കണ്ടേജിയസ് ഡിസീസ് അല്ല, ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നൊരു സംഭവമല്ല. അപ്പം നമ്മളിപ്പോൾ ഈ റൂമിൽ കിടന്നെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു റൂമിൽ ഒരുമിച്ചിരുന്നെന്ന് പറഞ്ഞിട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ച കുറച്ച് മിത്ത് ആൻഡ് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലക്കിലി എന്ന് തന്നെ പറയാം മാറി ഇപ്പോൾ. കാരണം പണ്ടത്തെ ആ രീതിയിലൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളും ഇതൊക്കെ തന്നെ ഫോളോ ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആണുങ്ങളാണെങ്കിലും അക്കാര്യത്തിൽ ഐ എം റെസ്പെക്ടിങ് യു ഓൾ, ബിക്കോസ് എന്താ പറയുക, ഇപ്പോൾ ഒത്തിരി അണ്ടർസ്റ്റാൻഡിങ് ആണ് ആണുങ്ങളാണെങ്കിലും. നമ്മൾ ന്യൂജൻ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന കൂട്ടത്തിലുണ്ട് എങ്കിലും പക്ഷെ അവരൊത്തിരി അഡ്വാൻസ്ഡ് ആണ്. അവർ ചിന്തിക്കുന്ന കാര്യം എന്താ പറയുക, ഒരുപാട് മേ ബി ഇപ്പോഴത്തെ ആ ഒരു ടെക്നോളജിയുടെ വളർച്ച കൊണ്ടൊക്കെ ആയിരിക്കാം. ബിക്കോസ് ഒരാണുങ്ങൾക്കും ഇപ്പം പിന്നെ എന്ത് പറ്റിയെന്നൊക്കെ വയറിന് തന്നെയാണോ, അതെടാ പീരിയഡ്സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ പീരിയഡ്സോ എന്ന് പറഞ്ഞു പോകുന്ന ഒരാണ് ഇപ്പോഴത്തെ കാലത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഹസ്ബൻഡിനോട് പറയുകയാണ്, എൻ്റെ പാട് കഴിഞ്ഞു, എനിക്കൊരു പാട് വാങ്ങിച്ചു കൊടുത്തരുമോ എന്ന് പറഞ്ഞാൽ പാടോ ഞാനോ കടയിൽ പോയി വാങ്ങിക്കാനോ എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ള ആണുങ്ങളൊന്നും ഇല്ല ലക്കിലി. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ നമ്മൾ ജീവിക്കുന്ന ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് ഓൾസോ ഞാൻ പറയും. കാരണം കുറേ അണ്ടർസ്റ്റാൻഡിങ് ആണ്, കുറേ അറിവുണ്ട് അവർക്ക്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ തന്നെ ചിന്തിക്കും, ഇനിയിപ്പോൾ എന്താ പീരിയഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ അവരെ ഒരു മാറ്റി നിർത്തേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മളെ അവർ വേറെ രീതിയിൽ അല്ലെങ്കിൽ ഒരു ശുചിത്വമില്ലായ്മയിൽ നിന്നോ ആ ഒരു കൺസെപ്റ്റിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നവരാണ് ഇന്നത്തെ ആൾക്കാരെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ, ലൈക്ക് ഇങ്ങനെയൊക്കെ പീരിയഡ്സ് റിലേറ്റഡ് കുറച്ച് മിത്തുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ചുണ്ട് പറഞ്ഞ പോലെ. അങ്ങനെ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സും പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നോ എന്നുള്ളതും കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.